കശുവണ്ടി തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിച്ചും പ്രതീക്ഷയോടെയും LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ പര്യടനം. കൊട്ടാരക്കരയിലെ കശുവണ്ടി ഫാക്ടറികളിൽ തൊഴിലാളികൾ ആവേശത്തോടെയാണ് ബാലഗോപാലിനെ സ്വീകരിച്ചത്. കശുവണ്ടി ഫാക്ടറികളിൽ ജീവിതം തല്ലിയെടുക്കുന്ന തൊഴിലാളികളിലേക്ക് കരുതലിന്റെ പ്രതീകവും പ്രതീക്ഷയുമായാണ് KN ബാലഗോപാൽ കടന്നു ചെന്നത്. മണ്ഡലത്തിലെ സ്വകാര്യ കശുവണ്ടി ഫാക്ടറികളിൽ LDF സ്ഥാനാർത്ഥി നടത്തിയ സന്ദർശനം തൊഴിലാളികൾക്ക് ആവേശവും ആശ്വാസവുമായി മാറി. ഫാക്ടറികളിലെത്തിയ സ്ഥാനാർത്ഥിയെ ഏറെ സന്തോഷത്തോടെയാണ് തൊഴിലാളികൾ സ്വീകരിച്ചത്. കശുവണ്ടി വ്യവസായം നേരിടുന്ന വെല്ലുവിളികളും തങ്ങൾ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങളും അവർ സ്ഥാനാർത്ഥിയുമായി പങ്കുവച്ചു. ഇറക്കുമതി നയങ്ങളും ടാക്സ് പ്രശ്നങ്ങളും കാരണം വ്യവസായം പ്രതിസന്ധിയിലായപ്പോഴും സംസ്ഥാന സർക്കാർ നൽകിയ പിന്തുണ തങ്ങൾക്ക് കരുത്തായെന്ന് തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തി. വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ച കുഞ്ഞുകുട്ടി എന്ന അമ്മയെ ബാലഗോപാൽ തന്റെ കഴുത്തിൽ കിടന്ന ഷാൾ തണിയിച്ച് ആദരിച്ചു. തൊഴിലാളി ക്ഷേമത്തിന് LDF സർക്കാർ നൽകുന്ന മുൻഗണന സന്ദർശന വേളയിൽ ബാലഗോപാൽ എടുത്തു പറഞ്ഞു. സർക്കാർ മേഖലയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളെയും സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. തൊഴിലാളികളുടെ PF വിഹിതത്തിന്റെ ഒരു ഭാഗം സർക്കാർ അടയ്ക്കുന്ന പദ്ധതി വഴി വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇതിനായി പ്രതിവർഷം 30 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി നടപ്പിലാക്കി വരുന്ന കാര്യവും അദ്ദേഹം വിശദീകരിച്ചു. കശുവണ്ടിക്കറ പുരണ്ട കൈകളിൽ സ്നേഹത്തോടെ പിടിച്ച് തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഭരണകൂടമുണ്ടെന്ന വിശ്വാസത്തിലാണ് മണ്ഡലത്തിലെ ഓരോ ഫാക്ടറിയിലും തൊഴിലാളികൾ സ്ഥാനാർത്ഥിയെ യാത്രയാക്കിയത്. മൈലം, പൂവറ്റൂർ മൈലംകുളം, പുത്തൂർ, തെക്കുംപുറം, ആനക്കോട്ടൂർ എന്നിവിടങ്ങളിലാണ് കശുവണ്ടി ഫാക്ടറിയിലും പാക്കിംഗ് സെന്ററുകളിലും തൊഴിലാളികളെ നേരിട്ട് കണ്ട് ബാലഗോപാൽ വോട്ട് അഭ്യർത്ഥിച്ചത്. K. രാമാനുജൻ, C. മുകേഷ്, ദിവ്യ ചന്ദ്രശേഖർ, R. മധു, വിജയൻ, P. പ്രസന്നകുമാർ, ബാലൻ, അനിൽ, ഗിരിജ മുരളീധരൻ, ആര്യ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.